നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് സ്ഥിരമായി കാണുന്ന ആളുകളിൽ ഒരാളാണ് നിങ്ങളെങ്കിൽ UV DV എന്താണെന്ന് അറിയായിരിക്കും. സംഭവം വേറൊന്നുമില്ല, നമ്മൾ പത്രം വായിക്കുന്നു. പത്രം ഞാൻ റേഡിയോയിലായിരുന്ന കാലഘട്ടത്തിൽ മുഴുവൻ വായിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു ദിവസം നമ്മളൊരു പത്രമൊക്കെ വെച്ച് വായിക്കും. അപ്പോൾ ശരിക്കും പത്രങ്ങളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ന്യൂസുകളിലാണെങ്കിലും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാണുന്നത് പെർസ്പെക്റ്റീവാണ്. അതായത് ഒരു സംഭവം നടന്നു, ആ സംഭവത്തിനെക്കുറിച്ച് ഇയാൾക്ക് പറയാനുള്ളത് ഇതാണ്, ഇന്ന രാഷ്ട്രീയ ലക്ഷ്യമുള്ള ആളുകൾ ഫണ്ട് മുടക്കുന്ന ചാനലുകൾക്ക് പറയാനുള്ളത് ഇതാണ് എന്നൊക്കെ പറയുന്നത് പോലെ കടുത്ത ആക്ഷേപം എല്ലാവർക്കും നേരെ അഴിച്ചു വിടുകയല്ല, പക്ഷേ നമ്മളൊരു പെർസ്പെക്റ്റീവാണ് കാണുന്നത്. അപ്പോൾ ഒരേ വാർത്ത തന്നെ മാതൃഭൂമിയിലും ദേശാഭിമാനിയിലും മനോരമയിലും രാഷ്ട്രദീപികയിലും ടൈംസ് ഓഫ് ഇന്ത്യയിലും ഹിന്ദുവിലും ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്കൊരു ധാരണ കിട്ടും. അതായത് ശരിക്കും നടന്ന സംഭവത്തിനെ കുറിച്ചൊരു ധാരണ കിട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ചില കാര്യങ്ങളൊക്കെ വിഴുങ്ങുന്നത് പോലെയൊക്കെ നമുക്ക് ചില ഘട്ടങ്ങളിൽ ഫീൽ ചെയ്യും. പക്ഷേ റേഡിയോ പരിപാടി നിർത്തിയതിന് ശേഷം ഞാൻ പത്രം വായിക്കുന്നത് വളരെയധികം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൂട്ടിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഒരു ഡെയിലി വ്ളോഗ് എന്നുള്ള രീതിയിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് UV DV ഉദ്ദേശിച്ചത്. ഉണ്ണി വ്ളോഗ്സ്, ഡെയിലി വ്ളോഗ്സ്. പത്രം വായനയാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ ഒരിടക്കാലത്ത് നമുക്കത് സ്റ്റോപ്പായി പോയി പല കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ അത് വീണ്ടും ഒന്ന് പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. ക്രിസ്മസിൻ്റെ അന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ക്രിസ്മസ് ആണല്ലോ, നമ്മളിങ്ങനെ റെസ്റ്റ് എടുത്ത് പോകുന്ന, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കണമെന്ന് തോന്നിപ്പോകുന്ന ഒരു ദിവസമൊക്കെയാണല്ലോ. അങ്ങനെ വെറുതെ മടി പിടിച്ചിരുന്നു. അതിനുശേഷം 26-ാം തീയതിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം പത്രം വരില്ല, മിക്കവാറും കേസുകളിൽ പത്രം വരില്ല. കാര്യം ഇന്നലെ അവധി ദിവസമായിരുന്നു, ആഘോഷമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് പത്രം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാമല്ലോ. റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ആഘോഷ ദിവസം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഷോ, മോർണിംഗ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുമ്പോൾ ഈ പ്രശ്നമുണ്ട്. അതായത് മോർണിംഗ് ഷോയിൽ നമ്മൾ മെയിനായിട്ടും നാട്ടിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങളെ നമ്മൾ രസകരമായി നല്ല രീതിയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നൊരു പരിപാടിയാണ്. പക്ഷേ പത്രം ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ, അതായത് രാവിലെ ഇന്ന സ്ഥലങ്ങളിൽ കറണ്ട് പോകുമെന്ന് പറയുന്നതൊക്കെ നമ്മളൊരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു രീതിയിൽ രസമായിട്ടതൊക്കെ അവതരിപ്പിക്കും. പത്രം ഇല്ലാണ്ടൊന്നും ഇനി ഈ പരിപാടി വലിയ പാടല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുന്ന ഒരു ദിവസമാണ് ഈ പത്രങ്ങളില്ലാത്ത ദിവസം എന്ന് പറയുന്നത്. പിന്നെ ഓൺലൈൻ മീഡിയ ഒക്കെ ആക്റ്റീവ് ആയതിനു ശേഷം, അല്ലെങ്കിൽ ഈ പത്രങ്ങളുടെയൊക്കെ ഓൺലൈൻ പരിപാടികളൊക്കെ സ്ട്രോങ് ആയതിനു ശേഷം അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സോ നമ്മൾ ഇന്ന് 25-ാം തീയതി പുറത്തിറങ്ങിയ മനോരമ പത്രത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഫ്രണ്ട് പേജിൽ എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഹാപ്പി ക്രിസ്മസ് നായിക എന്ന് പറഞ്ഞിട്ട് അവരൊരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതാണ്. സന എന്ന് പറയുന്ന ഡൗൺ സിൻഡ്രോം ബാധിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് അവർ തന്നെ അഭിനയിച്ചുകൊണ്ട് ഒരു സിനിമ വരുന്നു എന്നുള്ളത്. തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള പെൺകുട്ടിയാണ്. 7-ാം വയസ്സിലാണ് അവ്യക്തമായിട്ടാണെങ്കിലും സംസാരിച്ചു തുടങ്ങിയത്. ഇപ്പം ഇങ്ങനൊരു സിനിമ വന്നു കഴിഞ്ഞാൽ ഇത് മറ്റ് സിനിമകളെല്ലാം പിന്തള്ളി ഒരു വലിയ വിജയമായിട്ട് മാറും എന്നൊന്നും എനിക്കൊരു പ്രതീക്ഷയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡയലോഗ് അടിയോ ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. സലിം കുമാർ അദ്ദേഹം സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയൊരു സിനിമ ഉണ്ടായിരുന്നു. ഡൗൺ സിൻഡ്രോം എന്നാണോ അതിനെ പറയാതോ ഓട്ടിസ്റ്റിക് എന്നാണോ, എനിക്ക് ടേംസ് ഒക്കെ പറയുമ്പോൾ മാറിപ്പോകാതിരിക്കണം എന്നൊരാഗ്രഹമുണ്ട്. എന്തായാലും ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുട്ടികളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സലിം കുമാർ ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയതിന് ശേഷമാണെന്ന് തോന്നുന്നു. എന്നിട്ട് ആ സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു വലിയ ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ ഇതൊരു വലിയ ഹിറ്റാവുക എന്നുള്ളതല്ല, പക്ഷേ ഒരുപാട് പേർക്ക് ഡൗൺ സിൻഡ്രോം ബാധിച്ചിട്ടുള്ള കുട്ടികളുടെ അച്ഛനമ്മമാരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഇതും ചെയ്യാൻ പറ്റും, ഇനി അപ്പുറവും ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു കാര്യം. തീർച്ചയായും പരിമിതികളുണ്ടാവും, അതിൻ്റെതായിട്ടുള്ള കുറവുകൾ സിനിമയിലാണെങ്കിലും ചിലപ്പോൾ പെർഫോമൻസിൽ വരെ നമുക്ക് ഫീൽ ചെയ്തെന്ന് വരും. പക്ഷേ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് തവണ ചെയ്യുമ്പോൾ ഒരു വലിയ സക്സസ് ഉണ്ടാക്കാൻ പറ്റും. ഒരു സിനിമ ഉണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ പോസ്റ്റർ കൊടുക്കുക, ഇപ്പം എനിക്ക് ആ സിനിമയുടെ പേര് ഓർമ്മ വരുന്നില്ല. അതിഗംഭീരമായിട്ടാണ് അതിലെ പ്രകടനങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. പറ്റുകയാണെങ്കിൽ ആ സിനിമ ഒന്ന് കണ്ടു നോക്കുക. അത് കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് മനോരമയുടെ ഫ്രണ്ട് പേജിൽ വന്നിരിക്കുന്നത് കടന്നപ്പള്ളിക്കും ഗണേഷ് കുമാറിനും ക്രിസ്മസ് സമ്മാനം എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഇത്തവണ മന്ത്രിസ്ഥാനങ്ങൾ ഇങ്ങനെ ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ ഈ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാ ഘടകകക്ഷികൾക്കും മന്ത്രിസഭയിൽ അവസരം കൊടുക്കുക എന്നൊരു ആശയത്തിന്റെ ഭാഗമായിട്ട് ഒരു MLA മാത്രമുള്ള ഘടകകക്ഷികൾക്ക് 2.5 വർഷം വെച്ച് മന്ത്രിയായിരിക്കാനുള്ള ഒരു അവസരം 2021-ൽ തീരുമാനിച്ചിട്ടുള്ളതാണ്. ഇതനുസരിച്ച് മന്ത്രി ആന്റണി രാജു, അഹമ്മദ് ദേവർകോവിൽ ഇവർ രണ്ടുപേരും കഴിഞ്ഞ മാസം രാജിവെക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ ഒരു യാത്രയുടെ, നവകേരള സദസ് യാത്രയുടെ ഭാഗമായിട്ട് അത് 1 മാസം ഇപ്പുറത്തേക്ക് മാറിയതാണ്. അതിനുശേഷം ഇപ്പോൾ അവസരം കിട്ടുന്നത് ഗണേഷ് കുമാറിനും കടന്നപ്പള്ളി രാമചന്ദ്രനുമാണ്. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് നമ്മുടെ മാധ്യമങ്ങൾക്ക് വളരെ രസമുള്ള കുറേ കാര്യങ്ങൾ കിട്ടും എന്നുള്ളതാണ്. കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, തൊട്ടടുത്ത് കാണുന്നത്, ഇവരെല്ലാവരും നമ്മളെപ്പോഴും അങ്ങനെ കാണുമെന്നില്ലല്ലോ. തിരുവനന്തപുരത്ത് ജോലി കിട്ടിയതിന് ശേഷം പല നേതാക്കളെയും കൂടുതൽ അടുത്ത് കാണുകയും അവർ സംസാരിക്കുന്നതൊക്കെ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ എറണാകുളത്ത് റേഡിയോ മാംഗോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണൂർ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് നമ്മുടെ റേഡിയോ ചാനലുകൾ അവരുടെ ഫേസ്ബുക്ക്, യൂട്യൂബ് പേജുകളിൽ അത്ര വൻ സംഭവങ്ങളൊന്നും ആയിട്ടില്ല. സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങനെ പോസ്റ്റുകൾ ഇടുന്നത് തന്നെ വളരെ കുറവാണ്. വൈറൽ RJs എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ വൈറൽ ഇൻ്റർവ്യൂ കട്ട്സ് എന്ന് പറയുന്ന പരിപാടികളൊന്നും ആ സമയത്ത് വന്നു തുടങ്ങിയിട്ടില്ല. അതൊക്കെ അതിന് ശേഷം സംഭവിക്കുന്നതാണ്. അപ്പോൾ റേഡിയോ മാംഗോ ഒരു ഡിജിറ്റൽ വിങ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് മോർണിംഗ് ഷോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മോർണിംഗ് ഷോ എന്ന് മാറിയിട്ട് ഡിജിറ്റൽ വിങ്ങിലേക്ക് വന്ന്
ഞാൻ വീഡിയോ എഡിറ്ററായി. സത്യത്തിൽ എനിക്ക് ഈ അഡോബ് പ്രീമിയർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓണാക്കാനും ഓഫാക്കാനും മാത്രം അറിയാവുന്ന സമയത്താണ് ഞാൻ ഇതിൻ്റെ വീഡിയോ എഡിറ്റർ എന്ന് പറഞ്ഞു വരുന്നത്. രാവിലെ വന്നിരിക്കുന്നു, ഓഫീസിൽ വന്നിരിക്കുന്നു, അവിടെ ഇരുന്ന് യൂട്യൂബ് നോക്കി എഡിറ്റിംഗ് പഠിക്കുന്നു. അതിനുള്ളൊരു സൗകര്യം എനിക്ക് ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സമ്പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു. മിസ്റ്റേക്കുകളൊക്കെ ക്ഷമിക്കുകയും കൂടുതൽ നന്നാക്കാനുള്ള അവസരങ്ങൾ തരികയും ചെയ്തു. അങ്ങനെ ഞാൻ എഡിറ്റിംഗ് എന്ന് പറയുന്നൊരു പരിപാടി ശരിക്കും എൻജോയ് ചെയ്ത് തുടങ്ങുന്നതും ശരിക്കും പഠിക്കുന്നതും ഒക്കെ അവിടെ നിൽക്കുമ്പോഴാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ ആയിട്ടാണ് പോയത്. അതായത് വലിയ ക്യാമറയൊന്നും അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലേക്കുള്ളൊരു ഡിജിറ്റൽ സെറ്റപ്പിലേക്കൊന്നും ഒരു റേഡിയോ സ്റ്റേഷനും മാറിയിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ നിക്കോൺ D5100 5200 അനിയൻ്റെ ക്യാമറയാണ്. അപ്പോൾ ആ ക്യാമറ ആയിട്ടാണ് പോയിരിക്കുന്നത്. അതിൻ്റെ കിറ്റ് ലെൻസ് മാത്രമാണ് കയ്യിലുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. എന്ത് ഷൂട്ട് ചെയ്യാനാണ്? കലോത്സവം നടക്കുന്നു, പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ വിചാരിച്ചു ഒരു തീം പിടിച്ച് ചെയ്യാം. ആദ്യം അങ്ങനെയല്ല വിചാരിച്ചത്, വെറുതെ അങ്ങ് ചെയ്തതാണ്. അപ്പോൾ ഒരു തീം പിടിച്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ദിവസത്തെ ഒരു തീം ചിരിയായിരുന്നു. പലതരം ചിരികൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ ചിരികൾ ഓരോ കുട്ടികളുടെയും അധ്യാപകരുടെയും പോലീസുകാരുടെയൊക്കെ മുഖത്ത് വരുന്ന ചിരികൾ കുറച്ച് മാറി നിന്ന് സൂം ചെയ്തിട്ട് കുറച്ചൊന്ന് ഷൂട്ട് ചെയ്യും, അപ്പുറത്തും ഇവിടെ പോകും, അങ്ങനെ എല്ലാം ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഒരു കൊളാഷ് ആക്കിയിട്ട് റേഡിയോ മാംഗോയുടെ ജിങ്കിളുണ്ട്, ആ ജിങ്കിളിൽ മിക്സ് ചെയ്ത് അങ്ങനെ അപ്ലോഡ് ചെയ്തു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. തീം ബേസ് ചെയ്തിട്ടുള്ളൊരു സാധനമൊക്കെ ആണല്ലോ. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഈ ചിരിക്ക് പകരം പൊടി വലിയ പ്രശ്നമായിരുന്നൊരു സമയമാണ്. എല്ലാ തവണയും സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന വേദികളിൽ ഈ പൊടി ഒരു വലിയ വിഷയമായിട്ട് മാറും. അപ്പോൾ പൊടിയെ പറത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങൾ, പൊടി ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് മറ്റേ മുഖം മറച്ചുകൊണ്ട് ആളുകൾ പോകുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടാകുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് അങ്ങനത്തെ വിഷ്വൽസ് മാത്രം ചേർത്തിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കി. അപ്പോൾ രാവിലെ നമ്മൾ ഈ കലോത്സവ വേദിയിൽ വരുന്നു, ക്യാമറയായിട്ട് മറ്റേ ടാഗ് വിട്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പല വേദികളിലായിട്ടാണല്ലോ, എല്ലായിടത്തും പോകുന്നു. അങ്ങനെ കുറേ കാഴ്ചകളും കുറേ സാധനങ്ങളൊക്കെ ചെയ്തു. ഈ ലാസ്റ്റ് ദിവസം ആയി കഴിഞ്ഞപ്പോഴേക്കും മറ്റേ സമാപന സമ്മേളനം പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ പോയി ഒന്ന് ഷൂട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിന്നപ്പോൾ സംസ്ഥാനത്ത് അവൈലബിൾ ആയിട്ടുള്ള ലീഡിംഗ് പത്രപ്രവർത്തകർ, ഇതൊക്കെ കവർ ചെയ്യാൻ വരുന്ന കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് വേദിയുടെ ഫ്രണ്ടിൽ. ഞാൻ അതിൻ്റെ മുമ്പിൽ ചെന്ന് പെട്ടു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാനങ്ങനെ ഒരു ഫോട്ടോഗ്രാഫറോ സാധനമൊന്നുമല്ല. മനോരമയുടെ 1-2 ഫോട്ടോഗ്രാഫേഴ്സിന് എനിക്ക് പരിചയമുണ്ട്. ഇതിനിടയ്ക്ക് ആരോ എനിക്കൊരു ജാക്കറ്റ് പോലത്തെ ഒരു സാധനം തന്നു, ഈ ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയൻ്റെയോ അത് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയോ അങ്ങനെ എന്തൊരു സാധനം തന്നു. ഇത്രയും ആയിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞപ്പോൾ ഞാനൊരു റേഡിയോ സ്റ്റേഷൻ്റെ ഭാഗമാണെന്നും ഫോട്ടോഗ്രാഫേഴ്സ് മെമ്പർഷിപ്പ് ഒന്നും എനിക്കില്ല എന്നുള്ളതൊന്നും ഞാനങ്ങനെ പറയാനും പോയില്ല. ആരും അങ്ങനെ ചോദിച്ചില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ വിശേഷങ്ങൾ ചോദിക്കുന്നു, സംസാരിക്കുന്നു. നമ്മുടെ കയ്യിൽ കിറ്റ് ലെൻസാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും അതൊക്കെ കണ്ടാൽ മനസ്സിലാവേണ്ടതാണ്. ആരും ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ ആ വർഷത്തെ ഈ ഫോട്ടോഗ്രാഫേഴ്സ് ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ നിരയിലോ മറ്റോ ഞാനും ഇരിപ്പുണ്ട് ക്യാമറയൊക്കെ പിടിച്ച്. എന്തായാലും ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരും കൂട്ടം കൂടി നിൽക്കുന്ന സമയത്താണ് കടന്നപ്പള്ളി രാമേന്ദ്രൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ച് മറ്റ് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ പറയുന്നുണ്ട്, പുള്ളി നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യും, നല്ല രസമാണ്, പുള്ളിയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുക, നമ്മളെ കണ്ട ഉടനെ കഴിച്ചാ എന്ന് ചോദിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഭാഷയുടെ ഒരു സാധനമുണ്ട്. പ്രാദേശിക ഭാഷ രീതിയിൽ അദ്ദേഹം ചോദിക്കും, ഭക്ഷണം കഴിച്ചോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. കഴിച്ചിട്ടില്ലെങ്കിൽ കഴിക്കാൻ പറയുക. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അവർ അപ്പുറത്തിരുന്ന് പറയുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര കാര്യം. ആൻഡ് ഇദ്ദേഹം വന്നിട്ട് എല്ലാവരോടും വിശേഷം പറയുക. ഈ സീനിയർ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സൊക്കെയാണ്. അപ്പോൾ എന്തായാലും പരിചയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവരോടൊക്കെ നിന്നിങ്ങനെ വർത്താനം പറഞ്ഞ് ജോളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്കും അദ്ദേഹത്തിനോട് ഒരു അട്രാക്ഷൻ തോന്നി. കാര്യം ബാക്കി മറ്റേ മന്ത്രിയാണ്, MLA ആണെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ ഇങ്ങനെ ബലം പിടിച്ചൊക്കെ നിൽക്കുന്നത്, ഇവർ ഭയങ്കര കൂളായിട്ട് വന്ന് നിന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പോയി അന്ന് അദ്ദേഹം സ്റ്റേജിൽ വെച്ചൊരു പാട്ടും പാടി. ആ പാട്ട് അതുപോലെ ഷൂട്ട് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. റേഡിയോ മാംഗോയുടെ പേജിൽ സംസ്ഥാന സ്കൂൾ കലോത്സവമൊക്കെ സെർച്ച് ചെയ്താൽ ചിലപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ വളരെ മീഡിയ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ് കടന്നപ്പള്ളി രാമേന്ദ്രൻ എന്ന് പറയുന്നത്. മാധ്യമങ്ങൾക്ക് വളരെ രസമുള്ള കുറേ കാര്യങ്ങൾ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിൽ എനിക്ക് ചെറിയൊരു വിയോജിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരനായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു കാര്യം. അതുപോലെ തന്നെ KB ഗണേഷ് കുമാർ, അദ്ദേഹവും നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിന്നൽ സന്ദർശനങ്ങൾ നടത്തുകയും അവിടെയൊക്കെ മീഡിയ, മറ്റേ ഓൺലൈൻ മീഡിയ, ഫേസ്ബുക്ക് പേജുകൾ അവരൊക്കെ വരികയും മിന്നൽ സന്ദർശനം നടത്തിയിട്ട് അത് ശരിയാക്കണം, ഇത് ശരിയാക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹം ഗതാഗത വകുപ്പ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സമയം, ഞാൻ സ്കൂളിലോ കോളേജിലോ പഠിക്കുകയാണ്, അദ്ദേഹം KSRTC നോക്കിക്കൊണ്ടിരുന്ന ആ ഒരു സമയത്തൊക്കെയാണ് ഞാൻ ഇങ്ങനൊരു മന്ത്രി ഉണ്ടെന്നുള്ളതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും സത്യം പറഞ്ഞാൽ അറിയുന്നത്. ആ സമയത്ത് ഒരു വലിയ തരംഗം തന്നെ ഉണ്ടായിരുന്നു. അതായത് ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി ആവുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ KSRTC രക്ഷപ്പെടുന്നത്, അതുപോലെ നമ്മുടെ മൊത്തം പൊതുഗതാഗതം ബെറ്ററായി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഐഡിയ തന്നെ ഞങ്ങൾ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ ഉണ്ടാവുന്ന രീതിയിൽ അദ്ദേഹം മീഡിയയെ നന്നായി ഉപയോഗിച്ചിരുന്ന ഒരാളാണ്. നന്നായോ മോശമായോ എന്നൊക്കെയുള്ളത് തെളിവുകൾ നിരത്തിയും രാഷ്ട്രീയക്കാരുടെ രീതി അനുസരിച്ചും പല രീതിയിൽ പലർക്കും വ്യാഖ്യാനിക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു ഐഡിയ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് മീഡിയയെ നന്നായി ഉപയോഗിച്ചതുകൊണ്ടാണ്. പിന്നെ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാവരുതായിരുന്നു എന്ന് തോന്നിയ ഈ മീഡിയയിലേക്കുള്ള കടന്നുകയറ്റം എന്നെനിക്ക് ഫീൽ ചെയ്തത് ഒരു കൊച്ചുകുട്ടിയെ
തട്ടിക്കൊണ്ടുപോയി എന്നൊരു വാർത്ത കിട്ടിയ ഉടനെ തട്ടിക്കൊണ്ടുപോയവരോട് ഒരു ഭീഷണി സ്വരത്തിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. മര്യാദയ്ക്ക് തിരിച്ചു കൊണ്ടുവിടണം, അല്ലെങ്കിൽ നാട്ടുകാർ നിങ്ങളോട് പെരുമാറുന്നത് വളരെ മോശമായിട്ടായിരിക്കും എന്നൊക്കെ പറയുന്ന ഒരു ഭീഷണി ഉപദേശമോ ആ രീതിയിൽ നിൽക്കുന്ന ഒരു റെസ്പോൺസ് അദ്ദേഹം കൊടുത്തതാണ്. പിറ്റേ ദിവസം കുട്ടിയെ തിരിച്ചു കിട്ടിയപ്പോഴും ഞാൻ പറഞ്ഞത് കേട്ടു എന്നൊക്കെയുള്ള ഒരു ഐഡിയയിൽ അദ്ദേഹം സംസാരിക്കുന്ന പോലെ കണ്ടിരുന്നു. അത് കുറച്ച് ഓവറായിപ്പോയി എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകരൊക്കെ ആ സമയത്ത് കാണിച്ചു കൂട്ടിയ പല കാര്യങ്ങളും, അവർ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഗംഭീരമായിട്ട് ചെയ്യുകയും ചെയ്യേണ്ട ഒരാവശ്യമില്ലാത്ത കാര്യവും ചെയ്യാൻ പാടില്ലാത്ത കാര്യമൊക്കെ വളരെ ഓവറാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ചില മാധ്യമപ്രവർത്തകർ. ഞങ്ങൾ കുറച്ച് പേര് ലൈവ് ചെയ്തുകൊണ്ട് മാത്രമാണ് കുട്ടിയെ നമുക്ക് തിരിച്ചു കിട്ടിയത് എന്നുള്ള രീതിയിൽ പിന്നീടും വലിയ ഷോ ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ലിറ്ററലി ഷോ എന്ന രീതിയിൽ അവർ തന്നെ ആൾക്കാരെയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ചെയ്ത പരിപാടികളൊക്കെ ആയിരുന്നു. തള്ളിക്കളയല്ല, പക്ഷേ ഒരുപാട് തള്ളി മറിക്കരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കേരള പോലീസിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ആ വിമർശനം കേട്ടു തുടങ്ങുന്ന മൊമെൻറ്റിൽ അറിയായിരുന്നു ഈ ന്യൂസ് പ്രസൻറ്റർ വായി തോന്നിയത് വിളിച്ചു പറയുന്ന ഒരു വെളിവില്ലായ്മ വിളിച്ചു പറയുകയാണെന്ന്. കുറച്ച് ദിവസങ്ങൾക്കപ്പുറം കേരള പോലീസ് അഭിനന്ദനാർഹമായിട്ടുള്ള രീതിയിൽ ആ കേസ് തെളിയിച്ചു. ഇനി അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കടക്കണം, പക്ഷേ നമുക്കൊരു കൃത്യമായ ധാരണ തന്നു. അതിന് കേരള പോലീസിന് അന്ന് നന്ദി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒന്ന് അഭിനന്ദിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് KV ഗണേഷ് കുമാർ ആണെങ്കിലും രാമേന്ദ്രൻ കടന്നപ്പള്ളി ആണെങ്കിലും അവരിരുവരും മീഡിയ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ രണ്ടുപേരും പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സ് പത്രത്തിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത്, ഗണേഷ് കുമാർ പറയുന്നത് ഇങ്ങനെയാണ്: ഗതാഗത വകുപ്പാണോ എന്ന് ഉറപ്പ് പറഞ്ഞിട്ടില്ല, ആണെങ്കിൽ മെച്ചപ്പെടുത്താൻ ചില ആശയങ്ങളുണ്ട്. KSRTCയെ പെട്ടെന്ന് ലാഭത്തിലാക്കാമെന്ന മണ്ടത്തരമൊന്നും പറയുന്നില്ല. മുഖ്യമന്ത്രിയുടെ പിന്തുണയോടെ തൊഴിലാളി പ്രശ്നങ്ങൾ പരിഹരിക്കാനും നഷ്ടം കുറയ്ക്കാനും ശ്രമിക്കും. അഭിനയം മുഖ്യമന്ത്രി അനുവദിച്ചാൽ മാത്രം തുടരും. അതുപോലെ രാമേന്ദ്രൻ കടന്നപ്പള്ളി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ലഭിക്കുന്ന വകുപ്പ് ഏതായാലും വിശ്വാസ്യതയോടും സത്യസന്ധതയോടും പ്രതിബദ്ധതയോടെയും പ്രവർത്തിക്കും. കൃത്യസമയത്ത് ശക്തവും വ്യക്തവുമായ തീരുമാനമെടുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പിന്തുണയുണ്ട്. തുറമുഖ വകുപ്പ് തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന് മുമ്പ് തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. KV ഗണേഷ് കുമാറും ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് അവർ ആ വകുപ്പുകളൊക്കെ തന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഉപകാരപ്പെടാനുള്ള സാധ്യതയൊക്കെയുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പിന്തുണയോടെ, അപ്പോൾ ആ പിന്തുണ ഇല്ലെങ്കിൽ ഇവർക്ക് ചെയ്യാൻ പറ്റില്ലേ? അതാണ് ഒരു കുഞ്ഞു ചോദ്യം. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച കുറഞ്ഞ സമയത്തേക്ക് ഒന്ന് ഓടിപ്പോയി, അപ്പം തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ആ പോക്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങിയ ഒരു ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിച്ച് കവടിയാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ചേട്ടനോട്, പുള്ളി കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളാണ്, അപ്പോൾ ഞാൻ ആ പുള്ളിയോട് ഇങ്ങനെ ചോദിച്ചു, ചേട്ടാ അടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. നവകേരള സദസ്സിൻ്റെ സമാപനവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നീണ്ടു നിന്നിരുന്ന ഒരുപാട് അടിപ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പോൾ അടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. പുള്ളി അതിനെതിരെ രൂക്ഷമായി വിമർശിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടൻ അടി കൊള്ളുന്നവരുടെ കൂടെയാണോ കൊടുക്കുന്നവരുടെ കൂടെയാണോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞു. പുള്ളി കുറച്ച് സ്ഥാനപ്പേരുകളൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ഇപ്പോൾ ഉള്ള പരിപാടിക്ക് മുഴുവനായിട്ട് എതിരാണ്. പിന്നെയും അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം ഒന്നും അങ്ങനെ പറയേണ്ട കാര്യമില്ല, കാര്യം ഓരോ ആളുകളുടെയും രാഷ്ട്രീയ ചിന്തകളൊക്കെ അതനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുമല്ലോ. പക്ഷേ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് എല്ലാവരും മുഖ്യമന്ത്രി പിണറായി വിജയനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു ഐഡിയ ആണ് പലപ്പോഴും നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഞാൻ ചെയ്തു, എനിക്കിത് ചെയ്യാൻ സാധിച്ചു എന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കുന്ന കുറവാണ്. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്തുണയോടുകൂടി അദ്ദേഹം ഉള്ളത് കൊണ്ട് മാത്രം എന്നുള്ളൊരു ധ്വനി വരുന്ന രീതിയിലാണ് ഇവർ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം പറഞ്ഞു പോകുന്നത്. ശരിയായിരിക്കും, അദ്ദേഹം ഒരു നല്ല ലീഡറായിരിക്കും. പക്ഷേ നല്ലൊരു ലീഡർ എന്ന് പറയുമ്പോൾ കൂടെയുള്ള എല്ലാ ആളുകൾക്കും അവരുടെ കഴിവനുസരിച്ച് പരമാവധി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയൻ എത്തിയില്ലെങ്കിൽ, അദ്ദേഹം ഈ ഒരു സ്ഥാനത്തില്ലായിരുന്നെങ്കിൽ ഇവരിതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നു എന്നുള്ളൊരു സിമ്പിൾ ചോദ്യം നമുക്ക് തിരിച്ച് ചോദിക്കാൻ തോന്നിപ്പോകുന്നത് പോലെയാണ്. കടന്നപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് തീർച്ചയായും അദ്ദേഹത്തിന് ആ വകുപ്പ് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ അദ്ദേഹം പറയുന്നത്, കൃത്യസമയത്ത് ശക്തവും വ്യക്തവുമായ തീരുമാനമെടുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്തുണയുണ്ട്. ആ കഴിവ് എൻ്റെ ഇല്ല, അതുള്ള ഒരു മുഖ്യമന്ത്രി ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. എന്താണ് ആ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ പിന്തുണയോടെ തൊഴിലാളി പ്രശ്നങ്ങൾ പരിഹരിക്കാനും നഷ്ടം കുറയ്ക്കാനും ശ്രമിക്കുമെന്ന് KV ഗണേഷ് കുമാർ പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പിന്തുണയില്ലെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാണോ? അപ്പോൾ ശരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനെ ഇവരെല്ലാവരും ഒരു ലീഡറായിട്ടാണോ കാണുന്നത്? അത് അതുക്കും മേലെ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത ഏതെങ്കിലും സ്ഥാനത്തിരുത്തിയാണോ അദ്ദേഹത്തെ ദർശിക്കുന്നത്? പല ആളുകളും പല കാഴ്ചപ്പാടുകളും ഞാൻ പങ്കുവെക്കുന്ന സമയത്ത് എന്നോട് ചോദിക്കാറുള്ളൊരു കാര്യമാണ്, നിങ്ങളൊരു കമ്മിയാണോ എന്ന്. ഞാൻ കമ്മിയല്ല, കൊങ്ങിയല്ല, സംഖ്യയല്ല, സുഡാപ്പിയല്ല. ഒരു രാഷ്ട്രീയ സംഘടനയുടെ മെമ്പർഷിപ്പ് എടുക്കുകയോ അതിനുവേണ്ടി കഠിന പരിശ്രമങ്ങൾ നടത്തുകയോ ചെയ്യുന്ന ആളൊന്നുമല്ല. എൻ്റെ ദർശനങ്ങൾ, എൻ്റെ
വിശ്വാസങ്ങൾ, ആദർശങ്ങൾ എന്ന് പറയുന്നതിനോട് 100% ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട് എന്നെനിക്ക് ഇതുവരെയുള്ള എൻ്റെ അറിവ് വെച്ചിട്ട് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഭരണം തുടങ്ങിയ സമയം തൊട്ട് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന പലതരം വിമർശനങ്ങളുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ നടപ്പിലാവുന്ന കാര്യങ്ങളുമുണ്ട്. വിമർശിക്കേണ്ട കാര്യങ്ങളെ കൃത്യമായി വിമർശിക്കണം എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞോടെ ഇതിനെക്കുറിച്ച് പറഞ്ഞോടെ എന്നൊക്കെ ഉള്ളത്. ആ ഒരു യാത്ര ആരംഭിക്കുമ്പോൾ തീർച്ചയായും നമുക്കൊരു ധാരണയുണ്ട്. ഇത്രയും മന്ത്രിമാരുമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു ബസ്സിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ജനങ്ങളുമായി ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്നൊരു ഐഡിയ കൊടുക്കുക എന്നുള്ളതാണ് അതിലെ പ്രധാന കാര്യം. പല ലക്ഷ്യങ്ങളും പല ആളുകൾ പറയുന്നുണ്ടാവും. നടത്തിപ്പുകാരും അത് പൊളിക്കാൻ നടന്നവരും അതിൽ നിന്ന് മുതലെടുക്കാൻ ആഗ്രഹിച്ചവരും ഒക്കെ പല രീതിയിലായിരിക്കും വ്യാഖ്യാനിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ആ യാത്ര തുടങ്ങുമ്പോൾ തന്നെ വിചാരിച്ചിരുന്നത് പരാതികളും കാര്യങ്ങളും ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളുടെ കയ്യെത്തുന്ന ദൂരത്ത് എവിടെയൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ഒരു ഐഡിയ ജനങ്ങളിൽ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഭരണ നേട്ടങ്ങൾ പലയിടത്തും പ്രസംഗത്തിൻ്റെ ഭാഗമായി സംസാരിക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരൊരു ബസ് സെലക്ട് ചെയ്ത സമയത്ത് ബസ്സിൻ്റെ പുറത്ത് വിവാദമായിരുന്നു. അതിനകത്തൊരു ഹെലികോപ്റ്ററും കൂടി ഉണ്ടായിരുന്നു എന്ന് മാത്രമൊക്കെയാണ് പറയാനുള്ളതെന്ന് എനിക്ക് പലപ്പോഴും തോന്നി. അങ്ങനെ ഇത്രയും ആളുകളായിട്ട് പോകുമ്പോൾ ഇത്രയും ആളുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുക എന്ന് പറയുന്നത്, എല്ലാവരും ഓരോ കാറിലിരുന്നിട്ട് പോവുകയാണെങ്കിൽ ഇതിൽ ഈ മന്ത്രിമാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കില്ലല്ലോ. മാത്രമല്ല ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടാകും. ഓരോ വകുപ്പുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾ പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടാകും. അപ്പോൾ ഒരുമിച്ചൊരു വണ്ടിയിൽ പോകുന്നത് തന്നെയാണ് നല്ലത്. അതിനവരൊരു ബസ് സെലക്ട് ചെയ്തു. കേരളത്തിലെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും യാത്ര ചെയ്യുന്നൊരു വാഹനമാണ്. അതൊരിക്കലും ഒരു KSRTC ബസ് ആവാനുള്ള സാധ്യതയില്ല. അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റിയൊക്കെയാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം Z+ കാറ്റഗറിയിൽ വരുന്ന സെക്യൂരിറ്റി ഉള്ള ഒരാളാണ്. അങ്ങനെ ഒരാൾ യാത്ര ചെയ്യുമ്പോൾ ഇത്ര ഓപ്പണായിട്ട്, ഞാൻ എപ്പോഴും ഈ കരിങ്കൊടി കാണിക്കുകയും ബസ്സിന് മുന്നിൽ ചാടുകയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളോടും എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ളൊരു കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ കരിങ്കൊടി കാണിക്കാൻ പോകുന്നത് പോലെയോ വണ്ടി തടയുന്നത് പോലെയോ അല്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് നിങ്ങൾ തടയുന്നത്. അത് പിണറായി വിജയനാണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും ഇനി നരേന്ദ്രമോദി കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ വാഹനം തടയുക എന്ന് പറയുന്നത് അത്രയും വലിയൊരു സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. അപ്പോൾ തീർച്ചയായും അവിടെ ഉദ്യോഗസ്ഥർ ഇടപെടേണ്ടതാണ്. ഉദ്യോഗസ്ഥർക്കപ്പുറം അവിടെ ഇടപെട്ടിട്ടുള്ള ആളുകൾ ആരൊക്കെ തന്നെയാണെങ്കിലും അതിനെ ഏത് രക്ഷാപ്രവർത്തനം എന്നുള്ള പേരിട്ട് വിളിച്ചു കഴിഞ്ഞാലും നോർത്ത് ഇന്ത്യയിൽ എവിടെയോ കുറച്ച് മാംസവും വാങ്ങി വീട്ടിലേക്ക് പോവുകയായിരുന്ന ഒരു മനുഷ്യനെ ഒരു കൂട്ടം ആളുകൾ ഗോമാംസമാണ് വാങ്ങിയതെന്ന് പറഞ്ഞ് അയാളെ ആക്രമിക്കുന്നതിനോട് ചേർത്ത് മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. പിടിച്ചു മാറ്റാൻ ആളുകളില്ലായിരുന്നെങ്കിൽ, പോലീസുകാരില്ലായിരുന്നെങ്കിൽ, മാധ്യമങ്ങളുടെ കണ്ണുകളില്ലായിരുന്നെങ്കിൽ ആ ആൾക്കൂട്ട ആക്രമണങ്ങളിൽ നിന്ന് തീർച്ചയായും ഒരു രക്തസാക്ഷി ഉണ്ടാകുമായിരുന്നു. 2 കാലുകളില്ലാത്ത ഒരാൾ വാഹനത്തിന് മുന്നിൽ ചാടി അയാളെ പോലീസ് പിടിച്ചു മാറ്റിയതിന് ശേഷം, പോലീസിൻ്റെ ഇടയിലായി ബാക്കി വാഹനങ്ങൾ പോകും, ഇനി ഒരു തടസ്സവുമില്ല എന്നുറപ്പായതിന് ശേഷവും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ അല്ലെങ്കിൽ ഒരു യുവജന സംഘടനാ പ്രവർത്തകൻ, മറ്റേ ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണല്ലോ പുള്ളി വന്നിട്ടുള്ളത്, തള്ളിപ്പറയുകയാണെങ്കിൽ മൊത്തത്തിൽ തള്ളിപ്പറയേണ്ടി വരും. അങ്ങനെ ഒരാൾ ചവിട്ടാൻ കാലോങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോലീസുകാരുടെ സംരക്ഷണം ഇല്ലായിരുന്നെങ്കിൽ, ആ കവചമില്ലായിരുന്നെങ്കിൽ, ആ 2 കാലുകളുമില്ലാത്ത ആളുടെ അവസ്ഥ എന്താകുമായിരുന്നു? ചവിട്ടിക്കൂട്ടില്ലേ റോട്ടിലിട്ട്. ആ ഒരൊറ്റ ഇൻസിഡൻറ്റിൽ ഈ എൻ്റെ യാത്രയെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പങ്ങൾ മാറി മറിയായിരുന്നു. തീർച്ചയായും ഇങ്ങനൊരു യാത്ര നടത്തുമ്പോൾ പരാതികൾ അവർ സ്വീകരിക്കും. ആ സ്വീകരിക്കുന്ന പരാതികൾ തീർച്ചയായും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാം ഒന്നും 100% പരിഹരിക്കാൻ പറ്റില്ലായിരിക്കും. വന്ന് ചോദിക്കുന്ന എല്ലാ സഹായവും ഡെലിവർ ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷേ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ ഇതിൽ നിന്ന് ഗുണഭോക്താക്കളായി മാറുന്ന ആളുകളുണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. ആരും ഇല്ല എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഈ നാട്ടിലെ എൻ്റെ സിസ്റ്റത്തിനെയും വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന പോലെയാണ്. പക്ഷേ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു യാത്ര, വണ്ടി തടഞ്ഞ് കരിങ്കൊടി കാണിച്ചിട്ടേ പോവുള്ളൂ എന്ന് തീരുമാനിക്കുന്ന, തടയാൻ പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവരുടെ സമരമാർഗത്തിനോടും വിയോജിപ്പാണുള്ളത്. തീർച്ചയായും ജനാധിപത്യപരമായി നമുക്ക് കരിങ്കൊടി വീശി കാണിക്കാം. അത് വശങ്ങളിലേക്ക് മാറി നിന്നുകൊണ്ട് വാഹനത്തിൻ്റെ യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ വേണം. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, ഇത്രയും വലിയ സെക്യൂരിറ്റി കാറ്റഗറിയിൽ പെടുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി, അതിപ്പോൾ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ഇവിടെ വന്നാലും ശരി, UP-യിലെ മുഖ്യമന്ത്രി ഇവിടെ വന്നാലും ശരി, അങ്ങനെ ഒരു വാഹന വ്യൂഹത്തെ തടഞ്ഞു നിർത്തുക എന്ന് പറയുന്നത് തീർച്ചയായും ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്, ഒരു സുരക്ഷാ വീഴ്ചയാണ്. പക്ഷേ ആ സുരക്ഷാ വീഴ്ചയ്ക്ക് സംരക്ഷണമാണ്, ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്നൊക്കെ പറഞ്ഞ് ആളുകളെ തല്ലിക്കൂട്ടിയതിന് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല. അത് ആര് തല്ലി എന്ന് പറഞ്ഞാലും, എങ്ങനെ തല്ലി എന്ന് പറഞ്ഞാലും, എന്തൊക്കെ ന്യായങ്ങൾ നിരത്തിക്കഴിഞ്ഞാലും നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ആൻഡ് ഈ തടയാൻ ശ്രമിച്ചവരുടെ ഉദ്ദേശം എന്തായിരുന്നു? പ്രതിഷേധം അറിയിച്ചല്ലോ. പക്ഷേ എല്ലായിടത്തും ഇത് തടഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ മുന്നിലേക്ക് എടുത്ത് ചാടുക എന്നൊക്കെ പറയുന്നത് അത് തീർച്ചയായും വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയും പറഞ്ഞതിന് ശേഷവും എന്നെ കമ്മിയെന്നോ കുങ്ങിയെന്നോ സുഡാപ്പിയെന്നോ സംഖ്യയെന്നോ ഒക്കെ വിളിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാഗ് ഇട്ടോളൂ. ആ ടാഗുകളിൽ ഒതുങ്ങുന്ന ആളല്ല ഞാൻ എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ ഈ പരിപാടി വീണ്ടും തുടരും. പലപ്പോഴും പല മന്ത്രിമാരിൽ നിന്നും നമ്മൾ പ്രസംഗത്തിലൂടെ ഒക്കെ കേൾക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇദ്ദേഹം ഇവിടെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ നടന്നു. അപ്പോൾ ഇദ്ദേഹം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ
നിങ്ങളൊന്നും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ പറ്റുന്ന ആളുകളല്ലായിരുന്നോ എന്നുള്ളതാണ് തിരിച്ചു ചോദിക്കാൻ തോന്നുന്നൊരു ചോദ്യം. അതൊരിക്കലും മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ കഴിവിനെ ചോദ്യം ചെയ്യുകയല്ല. അദ്ദേഹം മികച്ചൊരു ലീഡറായിരിക്കും, അദ്ദേഹം മികച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാകും. നമ്മൾ ഇത്ര പ്രകൃതി ദുരന്തങ്ങളെയും അതുപോലെ തന്നെ വലിയ പകർച്ചവ്യാധികളെയും ഒക്കെ തടയുമ്പോൾ ഇവരൊക്കെ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. തീർച്ചയായും വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. പിന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം പല രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പല പ്രതിഷേധങ്ങളും അതിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള പല വാക്കുകൾ ഉപയോഗിക്കുന്നതും, അദ്ദേഹത്തിൻ്റെ ജാതിയാണെങ്കിലും വളരെ മോശം ഭാഷയിൽ സംസാരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ പേര് ഈ സ്ഥലപ്പേര്, ആ സ്ഥലപ്പേരിനെ ഒരു തെറിപ്പേരാക്കി മാറ്റിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്ന അങ്ങനെയൊക്കെയുള്ള കുറേ ആളുകളുണ്ട്. അതൊക്കെ തീർത്തും മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ആ മനുഷ്യനെ തളർത്താനും പറ്റില്ല. പിന്നെ ഇപ്പോൾ നവകേരള ബസ്, അതിൽ മറ്റേ ലിഫ്റ്റ് പോലെ പൊങ്ങും താഴെയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടെന്ന് പറയുന്നു. നമ്മുടെ മന്ത്രിസഭയിലുള്ള ആളുകൾ എല്ലാവരും ഫിസിക്കലി 100% ഫിറ്റായിട്ടുള്ള ആളുകളൊന്നുമല്ല. മാത്രമല്ല മുഖ്യമന്ത്രിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രായം കൂടി പരിഗണിക്കുമ്പോൾ ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങുക എന്ന് പറയുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സൗകര്യം ആ ബസ്സിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടാവുക. ഇത് കേൾക്കുമ്പോൾ വിമർശിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരൊക്കെ ചോദിച്ചേക്കും, അപ്പം നമ്മുടെ സാധാരണ ബസ്സിലൊക്കെ കയറി ഇറങ്ങുന്ന ആളുകളുണ്ടല്ലോ, KSRTC ബസ്സിൽ കയറുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് മുട്ടുവേദനയോ നടുവേദനയോ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ലിഫ്റ്റ് ഒന്നും അറേഞ്ച് ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം പൊതുഗതാഗത സംവിധാനം വളരെ മോശമാണ്. വീൽ ചെയറിൽ യാത്ര ചെയ്യുന്ന ആളുകൾ, കാഴ്ചാപരിമിതിയുള്ള ആളുകൾ, ഇവർക്കൊക്കെ വേണ്ടി തീർച്ചയായും വളരെ ശക്തമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ഗതാഗത സംവിധാനത്തിൽ, പൊതുഗതാഗത സംവിധാനങ്ങളിൽ ഉടൻ തന്നെ വരേണ്ടതാണ്. അത് നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വരുന്നത് പോലെ അത്രയും പെട്ടെന്ന് വരേണ്ടതാണ്. എത്രയോ കാലം നമ്മൾ പുറകിലാണെന്നറിയോ പല കാര്യങ്ങളിലും. നിങ്ങളൊരു പാലത്തിൽ കയറി നോക്കൂ, പാലത്തിൻ്റെ സൈഡിൽ നമുക്ക് കയറി ഇറങ്ങി നടന്നു പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ സെഗ്മെൻറ്റ് ഇട്ടിട്ടുണ്ടാകും. അവിടെ എത്ര പേർക്ക് വീൽ ചെയറായിട്ട് കയറി പോകാൻ പറ്റും? അത് അവർ കയറേണ്ടതെന്നാണോ? പല ആളുകൾക്ക് ഇതൊന്നും ചിന്തിക്കാൻ ഉള്ള ശേഷി പോലും ഇല്ല എന്ന് ഉറപ്പിക്കുന്നതാണ് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കേട്ട്. പ്രതിഷേധിക്കാൻ വേണ്ടി വാഹനത്തിൻ്റെ മുന്നിലേക്ക് കടന്നു വന്ന 2 കാലുകളില്ലാത്ത ഒരാളെക്കുറിച്ച് ചോദിച്ചത്, ഇങ്ങനെയുള്ള ഒരാൾ എന്തിനാ പ്രതിഷേധിക്കാൻ വരുന്നത്? അയാളുടെ പ്രതിഷേധിക്കാനുള്ള അവകാശത്തിനെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണ് ഇടതുപക്ഷത്തിരുന്നുകൊണ്ട്. ഒരു കാരണവശാലും ചോദിക്കാൻ പാടില്ലാതിരുന്ന ഒരു ചോദ്യമായിരുന്നു അത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ഇടതുപക്ഷമാണ് പ്രതീക്ഷയുള്ള ഒരു പക്ഷം എന്ന് പറയുന്നത്. അത് ദി ബെസ്റ്റ് ആവുന്നത് കൊണ്ടല്ല, ദി ബെസ്റ്റ് അവൈലബിൾ ഓപ്ഷൻ ആവുന്നതുകൊണ്ടാണ് എന്ന് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം പറയാം. ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട്, അവിടുത്തെ സൗകര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിവാദങ്ങൾ കൂടുതലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല എന്ന് പറയുന്ന ആരാധനാലയത്തിനെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ പരമാവധി മുതലെടുക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള വരുമാനം മുഴുവൻ സർക്കാർ ദൂർത്തടിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ഒരു ക്യാമ്പയിൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് സർക്കാർ എടുക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി അവിടെ തുടരുമ്പോഴും ഭക്തരുടെ പൈസ അത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ വിവരമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, തിരക്കുകൾ ഉണ്ടാകുന്നു. ഇത്രയും വലിയ തിരക്കിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണോ അവിടെ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശബരിമലയിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ എത്ര പേര് വന്നാലും എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും 18ാം പടി എന്ന് പറയുന്ന ഒരു സ്ഥലം ക്രോസ് ചെയ്ത് വേണം കയറാൻ. അത് എത്ര ചെറുതാണെന്നും അവിടെ എത്ര പോലീസുകാരാണ് അഹോരാത്രം പണിയെടുക്കുന്നു എന്ന് പറയുന്ന പോലെ അത്രയധികം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും നിങ്ങൾക്ക് വിഷ്വൽസ് നോക്കിക്കഴിഞ്ഞാൽ മിനിമം കോമൺ സെൻസ് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അവിടേക്ക് ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു തിരക്കെന്ന് പറയുന്നത് വളരെ വലുതാണ്. പല ആളുകളും അഭിപ്രായപ്പെട്ടതുപോലെ തീർച്ചയായും അങ്ങോട്ടേക്ക് പാസ് വെച്ചിട്ടുള്ള പ്രവേശനമാണ് അനുവദിക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മുൻകൂട്ടി ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം അവിടെ ദർശനത്തിന് വരിക. അത്രയും ആളുകൾ അവിടെ എത്താൻ തുടങ്ങി, അത്രയും തിരക്ക് അവിടെ അനുഭവപ്പെടാൻ തുടങ്ങി. അതൊരു വലിയ ദുരന്തത്തിലേക്ക് മാറുന്നതിന് മുമ്പ് നമ്മൾ അത്തരം ഒരു സിസ്റ്റം മാറുന്നതിനെ കുറിച്ച് ചിന്തിക്കണം. അതൊരു അഭിപ്രായം. പക്ഷേ ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതായിരുന്നില്ല. ശബരിമലയിൽ ഒരു കൊച്ചുകുട്ടി ഒരു ബസ്സിനകത്ത് നിന്ന് തൊഴുതുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം ഒരുപാട് വൈറലായിട്ടുണ്ടായിരുന്നു. പല രീതിയിൽ ആളുകൾ അതിനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുഴുവൻ വിഷ്വൽ ലൈവ് എന്ന് പറഞ്ഞിട്ട് ന്യൂസിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ ആ ചാനലിലേക്ക് വന്നപ്പോൾ കണ്ട ഒരാളാണ് ഞാൻ. ഒരു കുട്ടി ബസ്സിനകത്ത് നിന്ന് കരയാണ്. ആ കുട്ടിയുടെ അച്ഛനോ അല്ലെങ്കിൽ കൂടെ വന്നിട്ടുള്ള ആളുകളോ കാണാനില്ലാത്തതിൻ്റെ പേരിൽ. അപ്പോൾ ആ കുട്ടി കരയുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ആ ബസ്സിൻ്റെ സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലോ കയ്യോ എന്തോ അവിടെ ഇരിപ്പുണ്ട്. അതിനൊരു മൂവ്മെൻറ്റും ഇല്ല. ആ ബസ്സിൽ അയ്യപ്പനെ കാണാൻ വേണ്ടിയിട്ട് അയ്യപ്പനെ കാണാൻ വരുന്ന വ്രതമെടുത്ത് വരുന്ന ഓരോരുത്തരും അയ്യപ്പന്മാരാണ് എന്നുള്ളതാണ് വിശ്വാസം. അത്രയും അയ്യപ്പന്മാർ ആ ബസ്സിലുണ്ടായിട്ട് ഒരു കൊച്ചുകുട്ടി നിന്ന് കരയാണ്. ഒരു മൈക്രോ സെക്കൻഡിൽ ആ കുട്ടിയുടെ മനസ്സിൽ കൂടി പോയ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? തന്നെ കൂട്ടിക്കൊണ്ടുവന്ന അച്ഛനോ അപ്പൂപ്പനോ അമ്മാവനോ അങ്കിളോ ആരും ആയിക്കോട്ടെ, അയാളില്ലാതാവുന്ന അല്ലെങ്കിൽ അയാളിൽ നിന്ന് താൻ അകന്ന് പോകുന്ന മൊമെൻറ്റിൽ താൻ അനാഥനായി പോകുമോ എന്നുള്ളൊരു സംശയം. ഞാൻ ഒറ്റയ്ക്കായിപ്പോയി, ഈ ലോകത്തിന് എനിക്ക് എന്ത് സംഭവിക്കും എന്നൊന്നും അറിയാൻ പറ്റാതെ അത്രയധികം സങ്കടപ്പെട്ടു പോകുന്ന ആ കുഞ്ഞയ്യപ്പനെ കണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് റിയാക്ട് ചെയ്യാൻ തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ അവർ റിയാക്ട് ചെയ്യാൻ സമയമെടുക്കുന്നു എന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണ്. ആൻഡ് ആ കുട്ടി തൊഴുത് കാണിച്ചത് കേരള പോലീസിൻ്റെ കാക്കി നോക്കിയാണ്. കാക്കി ഉടുപ്പിട്ട ഒരാളെ നോക്കി അപേക്ഷിക്കാം എന്ന് പറയുന്ന
ഒരു ഐഡിയ ആ കുട്ടിക്ക് കിട്ടിയത്, എനിക്കറിയില്ല ആ കുട്ടി കേരളത്തിൽ നിന്നാണോ മറ്റ് സംസ്ഥാനത്ത് നിന്നാണോ എന്ന്. ചിലപ്പോൾ ആ കുട്ടിക്ക് ഒരു പോലീസിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ പോലീസുകാരെ കുറിച്ച് കേട്ടറിവോ ആ കുട്ടി പഠിച്ചത് വെച്ചിട്ടുള്ള അറിവ് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ പട്ടാളക്കാരെ കുറിച്ച് കണ്ടിട്ടായിരിക്കും. എനിവേ ആ കളറിലുള്ള ആ യൂണിഫോം ഇട്ട് നിൽക്കുന്ന ഒരാൾ തന്നെ രക്ഷിക്കാൻ കഴിവുള്ളയാളാണ് എന്ന് ആ കുട്ടി വിശ്വസിക്കുന്നുണ്ട്. ആ തൊഴലാണ് അവിടെ കണ്ടത്. വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ആ മൊമെൻറ്റിൽ ആ കുട്ടിയുടെ അയ്യപ്പൻ കേരള പോലീസായിരുന്നു. നന്ദി കൊണ്ട് തൊഴുതുകൊണ്ടിരിക്കുന്ന വിഷയം എവിടെയും വന്നിട്ടില്ല. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെതിരെ ആ കുട്ടിക്കൊക്കെ ഒരു വലിയ അനീതിയൊക്കെ ഏർപ്പെടേണ്ടി വന്നു. അതിൻ്റെ ഭാഗമായിട്ട് നാമജപ യജ്ഞം അങ്ങനെ എന്തോ ഒരു സാധനമൊക്കെ കേരളത്തിൽ ഒരു പ്രതിഷേധ മാർഗ്ഗമായിട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കേരളത്തിലുള്ള ഏത് വലിയ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ മിസ്സായി പോകുന്നുണ്ട്. കുട്ടികൾ അച്ഛനമ്മമാർ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് അവരുടെ മൊബൈൽ ഫോണുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ സമീപിക്കും, അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകും, അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റിലൂടെ കുട്ടിയെ അന്വേഷിക്കും, അങ്ങനെ കുട്ടികളെ തിരിച്ചു കിട്ടുന്നു. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചോറ്റാനിക്കരയിൽ പോകണം, നിങ്ങൾ ഗുരുവായൂർ പോകേണ്ടി വരും, വേറെയും പല അമ്പലങ്ങളിലേക്കും പോകേണ്ടി വരും. പിന്നെ എനിക്ക് പലപ്പോഴും പറയാൻ തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ശബരിമല എന്ന് പറയുന്നത് ഞാൻ കണ്ടും കേട്ടും വളർന്നിട്ടുള്ള സിനിമകളിലൂടെയൊക്കെ നമുക്ക് അയ്യപ്പനെ കുറിച്ചുള്ളൊരു ഐഡിയ, അല്ലെങ്കിൽ ശബരിമലയെക്കുറിച്ചൊരു ഐഡിയ ഉണ്ട്. ശബരിമല എന്ന് പറയുന്നത് വണ്ടർലായിലേക്ക് ടൂർ പോകുന്നത് പോലെയല്ല, അത് ദുർഘടമായ ഒരു യാത്ര തന്നെ ആയിരിക്കണം. പക്ഷേ ഇപ്പോൾ അവിടുത്തെ സൗകര്യങ്ങളൊക്കെ വളരെയധികം വിപുലപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ട് പണ്ട് ശബരിമലയിൽ പോയിട്ടുള്ള ആളുകൾ ഇപ്പോഴത്തെ സൗകര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ വ്യത്യാസം എന്താണ് എന്ന് പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഈ സിനിമകളിലൂടെയും അല്ലെങ്കിൽ മറ്റ് വാർത്തകളിലൂടെയൊക്കെ കേട്ടറിഞ്ഞൊക്കെ വരുന്ന ആളുകൾ അവർ കൊച്ചു കുട്ടികളെ കൊണ്ടും ഒക്കെയാണ് വരുന്നത്. അത് ഇങ്ങനൊരു റിസ്ക് ഉണ്ടാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് അവിടെ വർദ്ധിച്ചു വരുന്ന തിരക്കുകൾ കൂടി പരിഗണിക്കുമ്പോൾ, ഇതുപോലെ ബസ്സിലാണെങ്കിലും നടന്നു പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും മറ്റ് പല രീതിയിലാണെങ്കിലും ഇതൊരു വലിയ യാത്രയാണല്ലോ. ഇപ്പം പമ്പാതീരത്ത് നിന്ന് തുടങ്ങുന്ന യാത്രയല്ല, അതിന് മുമ്പേ തുടങ്ങുന്നൊരു വലിയ യാത്രയാണ്. ഇതിനിടയിൽ കുട്ടികളുമായിട്ട് നമ്മൾ പോകാമെന്ന് പറയുന്നത് അത്ര സേഫ് ആയിട്ടുള്ളൊരു കാര്യമല്ല. ഞാൻ വീണ്ടും പറയുന്നത് വണ്ടർല അല്ലല്ലോ. ഭക്തി ഉണ്ടാവും, നേർച്ചയുണ്ടാവും, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ പ്രാക്ടിക്കൽ കാര്യങ്ങളും കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി പാസ് ഏർപ്പാടാക്കുകയും അതുപോലെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഭരിക്കുന്ന ആളുകൾ തീരുമാനിക്കേണ്ടതാണ്. ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ. സോ ഇത്തരം സംഭവങ്ങളെ മുതലെടുക്കുന്നവർ ചുറ്റും നിൽക്കുമ്പോൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ദി ബെസ്റ്റ് അവൈലബിൾ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതാണ്? അതുപോലെ കേരളത്തിൽ ജാതി ഇല്ല എന്നൊക്കെ പറയുന്ന ആളുകൾ അറിയാനുള്ളൊരു സാധനം മനോരമയുടെ 8ാമത്തെ പേജിൽ 25-ാം തീയതിയിലത്തെ പത്രത്തിൽ കിടപ്പുണ്ട്. ഗണേഷ് മന്ത്രിയാവുന്നതിൽ സന്തോഷം, സുകുമാരൻ നായർ. നിയുക്ത മന്ത്രി KB ഗണേഷ് കുമാർ പെരുന്ന NSS ആസ്ഥാനത്തെത്തി. ഇന്നലെ വൈകിട്ട് 6:30 എത്തിയ അദ്ദേഹം NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്കൊപ്പം മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തി. ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം ലഭിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും മന്ത്രിസ്ഥാനം സർക്കാരിനും NSSനും ഇടയിലെ പാലമായി കാണേണ്ടതില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. സുകുമാരൻ നായർ തനിക്ക് പിതൃസ്ഥാനീയനാണെന്നും കുറേ കാലമായി തനിക്ക് വഴികാട്ടുന്നയാളാണെന്നും ഗണേഷ് പറഞ്ഞു. NSS ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗവും പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാണ് ഗണേഷ്. ഞാൻ ചോദിക്കുന്നത്, ഒരാൾ മന്ത്രിയാവുന്നു, അപ്പോൾ ഒരു ജാതി സംഘടനയുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾ പറയുന്നു ഈ ജാതി സംഘടനയും ഗവൺമെൻറ്റുമായിട്ടുള്ള പാലമായിട്ട് ഇയാളെ കാണേണ്ടതില്ല എന്ന്. അതായത് ഈ ജാതി സംഘടനയിലേക്ക് ഒരു പാലം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. പല ആളുകളും മന്ത്രിയാവുന്ന സമയത്താണെങ്കിലും മന്ത്രിമാർ നേരിട്ട് എന്ന് മീറ്റ് ചെയ്യുന്നതാണെങ്കിലും NSSൻ്റെ ഓഫീസിലേക്കൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ സാംബോ മഹാസഭയുടെയോ പുലയ മഹാസഭയുടെയോ ഒന്നും സംഘടനാ ആസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് ജാതീയമായ യാതൊരുവിധ ചായ്വുകളും ഇല്ല കേട്ടോ. നമ്മൾ അങ്ങനെ വിശ്വസിച്ചാൽ മതി. അങ്ങനെ വിശ്വസിക്കുമ്പോഴാണല്ലോ സുഖം. ഇത് 24-ാം തീയതിയിലത്തെ മനോരമയുടെ ഞായറാഴ്ച പത്രമാണ് കേട്ടോ. ഇതിൽ നിങ്ങൾ ഈ പത്രമൊക്കെ വായിക്കുന്ന സമയത്ത് എപ്പോഴും ഈ ഞായറാഴ്ച സപ്ലിമെൻറ്റുകളില്ലേ, മനോരമയ്ക്കും മാതൃഭൂമിക്കും മറ്റ് പത്രങ്ങൾക്കൊക്കെ ഉണ്ട്. ഈ ഞായറാഴ്ച സപ്ലിമെൻറ്റിൽ സ്റ്റോറീസ് വരുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നിത് എഴുതുന്ന ആൾക്കാരൊക്കെ ഭീകരന്മാരാണ്. അതായത് വായിക്കുമ്പോൾ നമ്മളൊരു സിനിമ കാണുന്ന പോലെ നമ്മുടെ കണ്ണ് നിറയും മനസ്സ് നിറയും എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലൊക്കെ നമ്മളിൽ ജനറേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെ ഒരു സ്റ്റോറി തന്നെയാണ് ഇപ്രാവശ്യം അവർ കൊടുത്തിരിക്കുന്നത്. ഓയൂരിലെ കാണാതായ പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ട് ആ കുട്ടിയെ കൊണ്ടുപോയ ആൾക്കാർ, അവരുടെ രേഖാചിത്രം വരച്ച ആളുകളുടെ അവരുടെ ഒരു സ്റ്റോറിയാണ്, അവരുടെ ഒരു ക്രിസ്മസ് എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നത് പോലത്തെ ഒരു കാര്യമാണ്. അതിനെ വളരെ രസമായിട്ട്, അതായത് അവരുടെ ആംഗിളിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഒരു മനുഷ്യഹൃദയം എന്നൊക്കെ നമ്മൾ പറയില്ല, ആ രീതിയിൽ ഭയങ്കര രസമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കുഞ്ഞ് ഒരു സ്റ്റോറിയാണ്. സാധാരണ സ്റ്റോറി വരുമ്പോൾ ഇവിടേക്ക് ഇങ്ങനെ നിറഞ്ഞു വെക്കും. ഇതൊരു ഫോട്ടോ ഇട്ടിങ്ങനെ നിറച്ചിട്ടുണ്ട്. ഫോട്ടോയും വളരെ രസമായിട്ട് അതിൻ്റെ ഇല്ലസ്ട്രേഷൻ അങ്ങനെയല്ലേ പറയാം, അത് അവർ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സ്റ്റോറീസ് പലപ്പോഴും സിനിമയായിട്ട് വരാറുണ്ട് കേട്ടോ. നിങ്ങൾ സ്ഥിരമായിട്ട് പത്രം വായിക്കുക, ഞായറാഴ്ച സപ്ലിമെൻറ്റിൽ സ്റ്റോറീസ് വായിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പല സിനിമകളും നിങ്ങൾക്ക് കാണുമ്പോൾ ഇതാ വാർത്തയായിരുന്നല്ലേ എന്ന് തോന്നും. എനിക്കങ്ങനെ ഒരുപാട് വട്ടം തോന്നാറുണ്ട്. സോ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. UVDV നമ്മൾ ഇനിയും തുടരാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.